ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് വിൻഡോ ഒന്ന് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അത് നേരാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ മോട്ടോക്രാഫ്റ്റിലേക്ക്. അവരിതാ സാധനമൊക്കെ അഴിച്ചു, ഗ്ലാസ്സൊക്കെ ഊരി പുറത്ത് വെച്ചു. ഇനിയിപ്പോൾ അവരിതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. അതാ ഊരി എല്ലാതും സെറ്റാക്കിയിട്ട് അവരിതാ ഗ്ലാസ് ഫിറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം ഇത് സ്റ്റാർട്ടിങ് അല്ല കേട്ടോ, എൻഡിങ് ആണ്. ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇന്നത്തെ എൻ്റെ പണി എന്താണെന്നുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തെന്ന് മാത്രം. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ കുറേ കാഴ്ചകളുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് സംഭവങ്ങൾ, ഓൾട്രേഷൻ വർക്കും കാര്യങ്ങളുമായിട്ട് ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട് മോട്ടോക്രാഫ്റ്റിൽ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അവരുടെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ വർക്കിന് വേണ്ടിയിട്ട് അവരിപ്പം നമ്മുടെ സ്പീക്കർ ഊരിയിട്ടുണ്ട്, സകല സാധനം ഊരിയിട്ടോ. ഡാമ്പ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ഊരി ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ് ഇനിയിപ്പോൾ എന്താ പറയുക, ഒരു 15 ദിവസം കഴിയും നമുക്ക് ഈ സാധനം ഇവിടെ കിട്ടാൻ. അപ്പോൾ അത് കിട്ടണവരേക്ക് നമുക്കത് താഴാനും പാടില്ല, പൊങ്ങാനും പാടില്ല. പൊങ്ങൂല, താഴാനും പാടില്ല. ഓക്കെ, കാരണം ഇതൊരാളിനി കുത്തി തുറക്കാൻ നോക്കിയാലും തുറക്കാൻ പറ്റരുത്. ആ ഒരു രീതിയിലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. എടാ, ഗ്ലാസ് പിടിച്ച് കൈ വേദന എടുക്കണ്ടോ? ഇല്ലല്ലോ ഫ്രണ്ട്സ്. ഇപ്പം മലപ്പുറം ജില്ലയിൽ മൊത്തം നിപ്പയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും മാസ്ക് ഇട്ടിട്ടാണ് കേട്ടോ. ആരെയും മുഖം കാണാൻ പറ്റില്ല. ബാക്കിയുള്ള സംഭവങ്ങളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിനി വർക്ക് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇവിടെ നിൽക്കുന്നുണ്ട്. വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അവരത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഗ്ലാസ് താഴെ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി. എന്ത് സംഭവം എന്താ എനിക്ക് കാണുമ്പോൾ തോന്നണത് ഒരു എന്താ പറയുക, റോൾസ് റോയ്സിൻ്റെ ഒക്കെ ഒരു ലുക്കിൽ ഫുള്ള് സെറ്റപ്പ് ആയിട്ടുണ്ട്. കണ്ടങ്ങൾ ഈ പെയിൻറ്റിങ് ഒക്കെ ഇവിടുന്ന് ചെയ്ത് തന്നെയാണോ? പെയിൻറ്റിങ് കംപ്ലീറ്റ് ഇവിടുന്ന് ചെയ്താൽ കേട്ടോ. വണ്ടി നോക്കി നിങ്ങൾ സെറ്റായിട്ടുണ്ട്. മെയ് പാച്ച് ഒക്കെ മനസ്സിലാവുണ്ടാവും. 2 ലൈനാണ്. സ്റ്റിക്കറൊന്നും അല്ല കേട്ടോ, അത് സ്റ്റിക്കറല്ല. കറക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെയിൻറ്റ് തന്നെയാണ് ലൈൻ ഇട്ടിട്ട്. ഇത് ഇവിടെ തന്നെ പെയിൻ്റ് അടിച്ചിട്ടുള്ള വണ്ടിയാണ് നാം പറയണത്. പക്ഷെ നോക്ക്, നല്ല അടിപൊളിയായിട്ടുണ്ട് സംഭവം. ഒച്ചമളിയൊന്നും ഉണ്ടാവില്ലല്ലോ? സെറ്റാവൂലേ? നിങ്ങളിപ്പോൾ എന്ന് മുതൽ സത്യത്തിൽ മാസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി? അല്ലെങ്കിൽ ഇപ്പോൾ വന്നതിന് ശേഷമാണോ? എന്തായാലും നല്ല കാര്യമാട്ടോ. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് മാസ്ക് തന്നു. മാസ്ക് സാർ ഇത് മാസ്ക് ഇട്ടോളൂ, നമ്മുടെ സ്റ്റാഫുകാർക്ക് എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എനിവേ നല്ല കാര്യമാണ്. ഇത് നമ്മളിപ്പോൾ മഴയല്ലേ വരണം. അപ്പോൾ മഴയുള്ള സമയത്ത് ഗ്ലാസ് അറിയാണ്ട് ആരെങ്കിലും ഒരാൾ താത്തിടാം. താത്തിൻ്റെ ഗ്ലാസ് വണ്ടിയിലെ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് താഴെ ഗ്ലാസ്സിന് ഓട്ടോമാറ്റിക്കായിട്ട് പൊക്കാനുള്ള ഒരു സമയം പൊക്കാൻ പറ്റും. അതായത് ഓട്ടോമാറ്റിക്കലി പൊങ്ങിപ്പോകും. നമ്മൾ മിററിനെ ഫോൾഡ് ചെയ്യാനുള്ളത്. അതായത് ഇപ്പോൾ നമ്മളെ ചാവി ലോക്ക് ചെയ്യുമ്പോഴാണോ അതോ നോർമലായിട്ട് പൊങ്ങുമോ എങ്ങനെ? അല്ല, അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് ബാക്കിൽ ആരെങ്കിലും ഒരാൾ ഗ്ലാസ് കുറച്ച് കാത്തിട്ടുണ്ടാവും. ഈ മഴയുള്ള സമയത്തൊക്കെ വെള്ളം കാറിൽ കയറാനൊരു ബുദ്ധിമുട്ടല്ലേ? അതെ അതെ.
അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തായാലും പുറത്തിറങ്ങിയ വണ്ടി ഒന്ന് ലോക്ക് ചെയ്യണം ഓട്ടോമാറ്റിക്കലി. ആ ലോക്ക് ആവുന്ന സമയത്ത് ഏത് ഗ്ലാസ് ആണോ താഴെ നടക്കുന്നത് വെച്ചാൽ അത് ഡിറ്റക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി കൊടുക്കാനുള്ള സംവിധാനം. ഇത് പുതിയ വണ്ടിയല്ലേ? ഇങ്ങനെ പുതിയ ഏതെങ്കിലും വണ്ടികൾ ഇങ്ങനെ കമ്പനി ഒരു ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടോ? അത് ജർമ്മൻ കാറുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എൻ്റെ അറിവിൽ. ഓക്കെ. മിറർ ഇങ്ങനെ ഫോൾഡ് ആവും, ഓരോ ഗ്ലാസ്സിലുള്ളത് ഇങ്ങനെ താനെ ഗ്ലാസ്സിൽ പൊങ്ങിക്കോളും. ആ സൈഡിലുള്ള ഗ്ലാസ് 1 by 1 ആയിട്ട് ഓരോ താനെ ഗ്ലാസ്സിലങ്ങനെ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിരിക്കും. ഈ അടുത്തുള്ള ഭാഗം താഴെ എന്താ പറയുക, അതിൻ്റെ സൈഡിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കമ്പനി വെള്ളം ഉള്ളിലോട്ട് ഇറങ്ങാതിരിക്കാനായിട്ട് ഒരു സീലിംഗ് കൊടുക്കും. പേസ്റ്റ് അല്ല? ആ പേസ്റ്റ് നമ്മളെ കയ്യിലായിട്ട് തിരിച്ച് അങ്ങോട്ടാവണത്. അപ്പോൾ ഈ നമ്മൾ ഈ ഒരു സൈഡൊക്കെ ഉണ്ടോ, ഇതൊക്കെ നിങ്ങളിപ്പോൾ ക്ലീൻ ചെയ്യും? പിന്നെ ഇത് പുതിയ വണ്ടിയല്ലേ അടി അല്ല, ഞാൻ ചോദിച്ചാൽ പുതിയതാണല്ലോ പഴയതാണല്ലോ നമ്മൾ വർക്ക് കഴിഞ്ഞാൽ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാന്നുള്ള നമ്മളൊരു ഉത്തരവാദിത്തമല്ലോ. മുകളിൽ എത്തിയിട്ടില്ലേ? ആ ഹാ ഹാ. സാറേ വീട് പാലക്കാട്. ഇന്ന് ഡെലിവറി ആണോ? ആ നേരെ ഡെലിവറി ആയിട്ട് സാർ നേരം ഇങ്ങോട്ടാണ്. ഞാനിത് ഓട്ടോ സ്റ്റാർട്ടിൽ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ സത്താർ പറഞ്ഞു ഇവിടെ ചെയ്യുന്നു പറഞ്ഞു. അതുകൊണ്ടാണ് ഇതൊന്നും ക്ലീൻ ചെയ്യണ്ടോ? അത് അതിൻ്റെതായിട്ടുള്ള ആളെ വിളിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ മതി നമ്മൾ ടൂൾസ് അതേ വണ്ടിയല്ലേ? അല്ല എന്തായാലും വരാൻ പാടില്ലല്ലോ. ഹോണ്ട സിറ്റിയുടെ ഓണർ പുള്ളി ഇന്ന് വണ്ടി ഇറക്കി വരാമെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളത് കാണിക്കണം കേട്ടോ. സാറിൻ്റെ പേര്? അജിത്താണ് സാറിൻ്റെ പേര്. സാറിൻ്റെ സ്ഥലം എവിടെ? പാലക്കാട്. സാറ് ഇവിടെ നിന്ന് വരാനുള്ളൊരു കാരണം? ഞാൻ മലപ്പുറം അക്കൗണ്ടിൽ നിന്നാണ് വണ്ടി എടുത്തത്. മലപ്പുറത്ത് നിന്നാണ്. ഓക്കെ. അപ്പോൾ സാറിൻ്റെ അടുത്ത് ആരെങ്കിലും സജസ്റ്റ് ചെയ്തിട്ട്? ഓക്കെ. സാറിപ്പം വന്നിട്ട് വർക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട് സാറിന്? എന്താ ഫീൽ ചെയ്യണം? നന്നായിട്ട് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളിൽ അറിയാം. ഓക്കെ. എനിവേ അപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ലേ, അജിത് സാറാണ്. സാർ പാലക്കാട് എവിടെ? പാലക്കാട് നെന്മാറയിൽ നിന്നാണ് കേട്ടോ ഫ്രണ്ട്സ്. നമ്മുടെ വല്ലങ്ങി വേലയൊക്കെ നടക്കുന്ന സ്ഥലത്ത് നിന്നാണ് പുള്ളി വന്നിട്ടുള്ളത്. എനിവേ കണ്ടില്ലേ, ഇതാണ് പുതിയൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ വണ്ടിയും കൊണ്ട് വർക്കിന് വന്നതാണ്. ഞാനിതൊരു വ്ളോഗായിട്ട് ചെയ്യാൻ ഉദ്ദേശം തന്നെ. ഇപ്പം സാർ സത്യത്തിൽ എൻ്റെ വണ്ടിയുടെ ബ്രസയാണ്, അതിൻ്റെ ഒരു സൈഡ് വിൻഡോ താന്നുപോയി. ഇന്നലെ താന്നുപോയതാണ്. അപ്പോൾ അതിൻ്റെ വൈൻഡർ കിട്ടണമെങ്കിൽ 15 ദിവസം എടുക്കും. അപ്പോൾ ഞാനും ഇതേപോലെ വന്നതാണ്. വന്നു കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് നിർത്താൻ വേണ്ടിയിട്ട്, ഇത് താന്നു പോയിട്ട് അങ്ങനെ ലൂസായിട്ട് പോയി കിടക്കായിരുന്നു. അപ്പോൾ അവരൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് തന്നപ്പോൾ ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. അവരൊറ്റ ബേസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണത്. അത് കാണുന്നവർക്ക് ഇനിയിപ്പം മറ്റേ എന്താ പറയുക, പ്രൊമോഷൻ വീഡിയോ എന്നൊക്കെ തോന്നും. പക്ഷേ അതല്ല, ഞാൻ നിങ്ങളുടെ ഈ വണ്ടി വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, പുത്തൻ വണ്ടിയാണ്. ഇങ്ങനെ വന്ന് ഞാൻ അതുകൊണ്ട് സാറിൻ്റെ അടുത്തേക്ക് വന്നതിൻ്റെ കാര്യം. സാർ ഇത് ഓട്ടോമാറ്റിക്കലി ഡോറുകൾ ക്ലോസ് ചെയ്യുന്ന സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അതെ. പുറത്തിറങ്ങി കീ ഓഫ് ചെയ്യുമ്പോൾ എല്ലാ വിൻഡോസും 1 by 1 ആയിട്ട് ക്ലോസ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ സപ്പോസ് ആരെങ്കിലും താത്തിയിട്ടാലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി അത് അപ്പായിക്കോളും അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് പേടിക്കണ്ട. എന്നിട്ടാണ് ഞാൻ വന്നത്. ഞാൻ നേരത്തെ നമുക്ക് കാണിച്ചു തന്നില്ലേ, ഇപ്പോൾ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് തന്നു. ഇത് 15 ദിവസം കഴിഞ്ഞിട്ടാണ് സാധനം കിട്ടുള്ളൂ. അതുവരേക്ക് ഞാൻ എന്ത് വിശ്വസിച്ച് ഓടും? ഇതൊരാൾ ഇങ്ങനെ പിടിച്ച് താത്തിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാണ്ടിരിക്കാനുള്ള സെറ്റപ്പ് നമ്മൾ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കണത്, ഇതിപ്പോൾ ഒരാൾ ഇങ്ങനെ പിടിച്ച് താത്തിയല്ലേ, ഞാൻ എവിടെയെങ്കിലും കൊണ്ടു നിർത്തുമ്പോൾ പറയാൻ പറ്റുള്ളൂ? ഒരിക്കലും കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ താഴെ അതിനായിട്ടുള്ള റാഡുകളൊക്കെ വെച്ച് ഞങ്ങൾ ആ ഭാഗം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും പെട്ടെന്നൊന്നും ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. ഉറപ്പല്ലേ? കമ്പനി കൊടുക്കുന്ന അതേ സ്ട്രോങ്ങിൽ തന്നെ അതിൻ്റെതായിട്ടുള്ള ക്രോസ് ബാറുകൾ കൊടുക്കും. ഉറപ്പല്ലേന്ന് ചോദിക്കണ വേറെ ഒന്നല്ല, ഞാനിത് പല സ്ഥലത്തും കൊണ്ടു നിർത്തുന്ന വണ്ടിയാണ്. അപ്പം അത് കാരണം കൊണ്ട്. പിന്നെ അടുത്ത മാസം നമ്മുടെ ഒരു ട്രിപ്പ് ഉണ്ട്, അതിന് മുമ്പായിട്ട് ഈ വണ്ടിൻ്റെ സാധനം വരുമോ? കിട്ടും. ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫാസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ സംഭവം അവർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാണല്ലേ, താഴ്ന്നൊന്നുമില്ല സംഭവം, ഒരു ചെറിയ ഷേക്കിംഗ് ഉണ്ട്. അത് ഗ്ലാസ് ബിഗ് സൈസ് അല്ലേ, അതിൻ്റെ ഒരിത് മാത്രമേ ഉള്ളൂ. പക്ഷെ താഴേക്ക് പോവില്ല എന്നുള്ളതാണ് പറയണത്. എനിവേ എന്തായാലും ഇപ്പോൾ ചെയ്താൽ റിയാസെ, എൻ്റെ അടുത്തുള്ള വിശ്വാസം കൊണ്ടാണ് ഈ വണ്ടി കൊണ്ട് ഞാൻ പോണത് കേട്ടോ. ട്രസ്റ്റ് മീ. ഓക്കെ. അപ്പോൾ ട്രസ്റ്റ് മോട്ടോക്രാഫ്റ്റ് ആൻഡ് റിയാസ്, അങ്ങനെ തന്നെ പറയണം. എനിവേ എനിക്ക് ഇനി ഒരു സംശയമുള്ളതേ, അവിടെ ഒരു താറ് നിൽക്കുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് മോഡൽ താറെടുത്തിട്ട് ചെയ്യണതാണോ അതോ ഹൈ എൻഡ് വേർഷൻ തന്നെ എടുക്കണോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞാനൊരു സംശയം കേട്ടെ, ഇപ്പോൾ ആ വണ്ടി നിങ്ങൾ ചെയ്തതാണോ ആക്ച്വലി വർക്ക്? ഫ്രണ്ട്സ്, നമുക്ക് ആ വണ്ടിയും കൂടെ ഒന്ന് കാണാം കേട്ടോ. ഇപ്പം എല്ലാവർക്കും ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളൊരു സംശയമാണ്, ഈ ബേസ് മോഡൽ താറെടുത്തിട്ട് ചെയ്യണോ അതോ എന്താ പറയുക ഫുൾ ഓപ്ഷൻ തന്നെ എടുക്കണോ എന്നുള്ളൊരു ഡൗട്ട്. അപ്പോൾ
ഞാനിവിടെ ചോദിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ വണ്ടി ഒരു ബേസ് മോഡൽ വണ്ടിയാണ്, അതിനവർ ഹൈ എൻഡ് ആക്കി മാറ്റിയേക്കാണ്. നമുക്ക് ജസ്റ്റ് അതും കൂടെ ഒന്ന് കാണാം. വേറെ എന്തൊക്കെ വർക്കാണ് ചെയ്തിട്ടുള്ളത്? ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ താറ് കാണുമ്പോൾ സാധാരണ ഇപ്പം ഈ കാണുന്ന ഒരു സംഭവങ്ങളിൽ ഇതിൽ നോർമലി ഈ ഭാഗത്ത് മാറ്റ് ബ്ലാക്കാണ് വരാറ്. ഇപ്പോൾ കസ്റ്റമറുടെ ആവശ്യമാണ് ബോഡിയുടെ കളർ മാച്ച് ചെയ്തിട്ട് ഒരു വ്യത്യാസമായിട്ട് ചെയ്യണമെന്നുള്ളത്. നമ്മൾ ഫുള്ളായിട്ട് ഇതിനെടുത്ത് ഗ്ലോസി ബ്ലാക്ക്, ഗ്ലോസി ബോഡി കളർ തന്നെ ആക്കി. അതാണ് ഇതിന് ഈ വണ്ടി കാണുമ്പോൾ ഒരു വ്യത്യാസം നമുക്ക് feel ചെയ്യുന്നത്. ചെറുതല്ല, നന്നായിട്ട് വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും റഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും സാധാരണ കാണുമ്പോൾ. നമ്മൾ ഷേപ്പ് ക്ലിയർ ചെയ്തെടുത്ത് ബോഡി കളർ അടിച്ച്. പിന്നെ അതുപോലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സെറ്റാണ് 2K. ആൻഡ്രോയിഡിനെ മാറ്റിയിട്ടുള്ള നോർമലി ഇപ്പോൾ എല്ലാ കാറിലും ബ്ലാക്ക് ഇൻറ്റീരിയർ ആണല്ലോ വരുന്നത്. അതെ, നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ബീച്ചിലോട്ട് കൺവേർട്ട് ചെയ്യും. ഈ വണ്ടി കംപ്ലീറ്റ് ബീച്ച് കളറാക്കി ഇൻസൈഡ് റൂഫ്, അതുപോലെ തന്നെ പിന്നെ ട്രിമ്മുകൾ. ഇനി വുഡൻ ഫിനിഷ് ചെയ്ത കുറച്ച് ഭാഗം കൂടി ഉണ്ട് ചെയ്ത്. പിന്നെ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ, ഈ കാറിന്റെ ഇപ്പം ഈ ബാക്ക് സീറ്റ് ഇല്ലേ, ഇതുപോലെ തന്നെയാണോ വരുന്നത്? ആക്ച്വലി ബാക്ക് സീറ്റ് നമുക്ക് വേണമെങ്കിൽ ഫേസ് ടു ഫേസ് ആക്കാം. പക്ഷെ എന്താ പിന്നെ ഒരു സംശയം ചോദിക്കട്ടെ, ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് രണ്ട് സൈഡിലും വരുന്നുണ്ട്. ഈ സംഭവം കമ്പനി കൊടുക്കുന്നതാണോ ഇല്ല നമ്മൾ ആക്സസറി നിങ്ങൾ ചെയ്തതാണ്? ഓക്കെ, ഈ ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തതാണ് അല്ലേ? അതെ അതെ. ഫ്രണ്ട്സ് കണ്ടില്ലേ, ബോട്ടിൽ ഹോൾഡർ അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ബാക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ഇതിൽ കൂടെ കയറുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും വണ്ടിയുടെ ഇൻറ്റീരിയർ കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് വരുന്നൊരു സംഭവമാണ്. അത് അവർ ഓൾറെഡി ബീജ് കളറിലേക്ക് മാറ്റിയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. പക്ഷേ ബീജ് കളർ എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും കളർ ആക്കായിരുന്നു എന്ന് എനിക്ക് എൻ്റെ ഒരു പ്രത്യേക കസ്റ്റമർ റിക്വയർമെൻറ്റ് ബീജ് വേണം. സോറി, ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞെന്ന് മാത്രം. കാരണം പെട്ടെന്ന് അഴുക്ക് പിടിച്ചാലൊക്കെ അറിയാൻ പറ്റും. എനിവേ എന്തായാലും വണ്ടിയുടെ ഇൻറ്റീരിയർ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിയാസ്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഫ്രണ്ട് പഴയതെന്നല്ല, ഏറ്റവും ബേസ് മോഡൽ താറെടുത്തിട്ട് അതിനെ ഓൾട്ടർ ചെയ്തിട്ട് എന്താ പറയുക ഹൈ എൻഡിലേക്ക് ആക്കണതാണോ അത് ഹൈ എൻഡ് മോഡലിന് എടുക്കണതാണോ ഏറ്റവും ബെറ്റർ? അതായത് ഇന്നിപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സംഭവമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് മോഡൽ എടുത്തിട്ട് ഹൈ എൻഡ് ആക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു ഒപ്പീനിയൻ ഒരുവിധം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബേസിക്കുള്ളൊരു സംശയമാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു നിങ്ങളുടെ അടുത്തൊക്കെ ചോദിച്ചാലേ അത് അറിയാൻ പറ്റുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യണത് നിങ്ങളായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ബേസ് മോഡൽ വണ്ടി എടുത്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിലാക്കി മാറ്റാൻ പറ്റുമോ? ചെയ്യാൻ പറ്റായികയൊന്നുമില്ല. എൻ്റെ അഭിപ്രായം അത് കമ്പനിയുടെ തന്നെ ഫുൾ ഓപ്ഷൻ എടുക്കണമായിരിക്കും നല്ലത്. അതിന് മാറ്റങ്ങൾ വരുത്താൻ വൃത്തിയായിക്കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് ആക്കാൻ പറ്റും. ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് രണ്ടും തമ്മിലുള്ള കോസ്റ്റ് നല്ലൊരു വേരിയേഷൻ വരുമോ അതോ ചെറുതായിട്ടാണോ? മീൻസ് ഞാൻ ചോദിച്ചത്, ഇപ്പോൾ ഒരു ഹൈ എൻഡ് വേർഷൻ നമ്മൾ എടുത്തു, അതും നമ്മളിപ്പോൾ ഒരു ലോ വേർഷൻ എടുത്തിട്ട് ആ സാധനം ഹൈ എൻഡിലേക്ക് മാറുമ്പോഴും രണ്ടും തമ്മിൽ അപ്രോക്സ് കോസ്റ്റ് ഒരേ രീതിയിൽ വരുമോ അതോ ഒരു നല്ലൊരു ഹ്യൂജ് എമൗണ്ട് വ്യത്യാസം വരുമോ? അത്യാവശ്യം വ്യത്യാസം ഉണ്ടാവണം. നല്ല വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഓക്കെ, എനിവേ ആ ഒരു വിവരം നന്ദി. കാരണം ഞാനും കണ്ടിട്ട് കുറേ സംശയത്തിലായിരുന്നു. ഇങ്ങനെ എന്താ പറയുക, ലോവൻഡ് മോഡൽ എടുത്തിട്ട് ചെയ്യണതാണോ നല്ലത് എന്നുള്ളൊരു കൺഫ്യൂഷൻ. കാരണം താർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഓഫ് റോഡ് വെഹിക്കിളാണ്. അപ്പം കൂടുതൽ സംഭവങ്ങൾ നമ്മൾ കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഈ പുറമേ കാണുന്ന ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിനായിട്ട്. നമ്മളിപ്പോൾ ഈ ഫുൾ ഓപ്ഷൻ ഓർഡർ ചെയ്യുമ്പോഴേ ഈ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഫോർ വീൽ ഡ്രൈവ് നിർബന്ധമാണ്. അതിപ്പോൾ നമ്മളെ കൊണ്ട് അല്ല, ഇന്നത്തെ സമയത്ത് എനിക്ക് തോന്നിയത് നമ്മൾ 100 മലയാളികൾ താറെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 50 പേരും എന്താണ് താറ് എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമാണ് അവർക്ക്. ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. താറ് 4 ആൾ കാണുമ്പോൾ ഒരു ലുക്ക് കാര്യങ്ങളാണ്. അല്ലാതെ 4 വീൽ ഡ്രൈവോ കാര്യങ്ങളോ നോക്കിയിട്ട് എടുക്കുന്ന ആളുകൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ വേറെ ഉണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആദ്യം ഉണ്ടായിരുന്ന വണ്ടിയിലൊന്നും 4 വീൽ ഗിയർ ഉണ്ടാവുന്നല്ലാണ്ട് അപൂർവ ആളുകളെ ഉപയോഗിക്കുള്ളൂ. അതെ, ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ശരിക്കും 4 വീൽ ഡ്രൈവ് ആളുകൾ എൻജോയ് ചെയ്യണതും ഉപയോഗിക്കുന്നതും. അപ്പം അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഏറ്റവും ബെറ്റർ ഹൈ എൻഡ് വേർഷൻ എടുക്കണം തന്നെയാണ് അല്ലേ? ഓക്കെ, എനിവേ നമുക്ക് ഇത്ര നേരം വിവരങ്ങൾ തന്നതും നമ്മുടെ വണ്ടീനെ സെറ്റാക്കിയതൊക്കെ മോട്ടോക്രാഫ്റ്റിൽ നിന്ന് റിയാസ് ആൻഡ് ലത്തീഫ്, ഇവർ രണ്ടുപേരാണ്. ഇതാണ് ഇപ്പോൾ ലത്തീഫാണ് ഇതിൻ്റെ സാരഥികൾ. എനിവേ ഇപ്പോൾ എൻ്റെ വണ്ടി ഓൾമോസ്റ്റ് അവർ ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. ഇനി 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലത്തിയുടെ കഴുത്തിലൊരു പിടുത്തം പിടിക്കും, അത് വേറെ. ഓക്കെ ബൈ.